ഒറ്റപ്പെടലൊക്കെ അപ്പം എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു പടയാളി അവിടെ അനുഭവിക്കുന്ന കംപ്ലീറ്റ് പെയിനും എൻ്റെ മനസ്സിലുണ്ട്. ആൻഡ് ആ കിട്ടിയ ഭാവത്തിൽ ഞാനതങ്ങ് പാടി. ഒരു 4 വരിയായപ്പോൾ ഞാൻ ദൂരേന്ന് കണ്ടു. ഓരോ കുട്ടികളുടെയും പാട്ട് കേൾക്കുന്നുണ്ട്. ഫൈനലി ഞാനിങ്ങനെ തീരുമാനിച്ചു, സാറിന് എന്തായാലും എൻ്റെ അടുത്ത് ഒരു പ്രതീക്ഷയില്ല, ആർക്കും ഒരു പ്രതീക്ഷയില്ല, ശുഭമാക്കി ഞാൻ വച്ചേക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു ഈണം പഠിച്ചിട്ടുണ്ടല്ലോ, അതിലെനിക്ക് പറ്റുന്ന വേയിൽ പാടാം. അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് എൻ്റെ ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പോൾ ഞാൻ കാണുകയാണ് ആ ചേച്ചിയും എൻ്റെ ആ നാടൻ പാട്ടിലെ ആ പിള്ളേർ ഓടി വരിക എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതെൻ്റെ പൊന്നേ, എനിക്ക് കാരണം ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം അമ്മയല്ലാതെ ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി വരുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളും ഒന്നുമില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനങ്ങനെ സ്റ്റേജിൽ പോയി. സാറ് വരില്ല എന്ന് എനിക്കറിയാം, സാർ എന്നോട് പിണക്കമാണല്ലോ. ഓക്കെ, അങ്ങനെ ഞാൻ കയറി, ഞാൻ പാടാൻ തുടങ്ങി. ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാടാൻ തുടങ്ങി. ഒരു 4 വരിയായപ്പോൾ, കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഒറ്റപ്പെടലൊക്കെ അപ്പം എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു പടയാളി അവിടെ അനുഭവിക്കുന്ന കംപ്ലീറ്റ് പെയിനും എൻ്റെ മനസ്സിലുണ്ട്. ആൻഡ് ആ കിട്ടിയ ഭാവത്തിൽ ഞാനതങ്ങ് പാടി. ഒരു 4 വരിയായപ്പോൾ ഞാൻ ദൂരേന്ന് കണ്ടു, ചിരിച്ചുകൊണ്ട് അന്ന് വന്ന 2 അധ്യാപകർ ഓടി വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ പൊന്നെ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും രോമാഞ്ചം വന്നിട്ടുള്ളൊരു മൊമെൻ്റ് ഇല്ല. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, UP സ്കൂളിലൊക്കെ ഞാൻ പാടാൻ പോയിട്ടുണ്ട്. അന്നൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആ ദിവസം ആ സ്റ്റേജിലിരുന്ന് എല്ലാവരും എൻ്റെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ച്. ജഡ്ജസിനെ ഞാൻ ഇടയ്ക്ക് നോക്കി, അവർ കേൾക്കുന്നുണ്ടായിരുന്നു. സമ്മാനം അതിലല്ല, ആ സമയം എനിക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. സാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ദൈവമേ, എനിക്ക് ഫുൾ ഹാപ്പിയായി കേട്ടോ ഞാൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചില്ല എന്നേ ഉള്ളൂ സാറ്. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ വിചാരിച്ചു, എന്നെ അത്രയും വഴക്ക് പറഞ്ഞതിൻ്റെ 100 ഇരട്ടി സാറപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട്സ് മീൻസ് എനിക്ക് വേണ്ടി അത്രയും ഇമോഷണലായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എൻ്റെ ശബ്ദമൊക്കെ വല്ലാതെ ഇടറുന്നുണ്ട്. ആൻഡ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കുകയാണേ. ഫുഡ് കഴിച്ചപ്പോൾ റിസൾട്ട് പറഞ്ഞു. എന്തായിരിക്കും? ഫസ്റ്റ് പ്രൈസ് രേഷ്മാരാജ് RL. എൻ്റെ ദൈവമേ, എൻ്റെ ആദ്യമായിട്ട് ഞാൻ വേറൊരു സ്കൂളിൽ പോയിട്ട് ഞാൻ എന്നെ സ്നേഹിക്കണ്ടേ, അന്ന് ആ മൊമെൻറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനൊരു വെള്ളത്തിലോട്ടെടുത്തിട്ട അവസ്ഥയായിരുന്നു. ഇപ്പോഴും സാറ് പിന്നെ ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ എനിക്ക് പാട്ടെടുത്ത് തരത്തേ ഉള്ളൂ, പഠിക്കാൻ പറയത്തേ ഉള്ളൂ. നിൻ്റെ ഫീൽ എന്താണോ, നിനക്ക് എന്താണോ തോന്നുന്നതാണോ അതിട്ട്. അപ്പോൾ പിന്നെ എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാറുണ്ടായിരുന്നു. ഇന്നും സാർ എന്നെ മറന്നിട്ടില്ല. ആൻഡ് എനിക്കതൊക്കെ മതി. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ സ്റ്റോറി? ആയാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.